അറിയിക്കുകയാണ്. ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെയും ആദരവോടും കൂടി ഈ പടിഞ്ഞാറക്കരയിലേക്ക് ഞങ്ങൾ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2024 ഫെബ്രുവരി 21 നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു അവർകളാണ്. അത് വളരെ നല്ല രീതിയിൽ 4 മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വിളവെടുപ്പ് സാധ്യമാക്കാൻ സാധിച്ചു. വളരെ ആദരവോടുകൂടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു അവർകളെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ എത്തിച്ചേർക്കുന്നത് ബഹുമാനപ്പെട്ട വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK രഞ്ജിത്ത് അവർകൾ, ബഹുമാനപ്പെട്ട ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PK ആനന്ദവല്ലി അവർകൾ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി PS പുഷ്പമണി അവർകൾ, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഡിവിഷൻ മെമ്പറും കൂടി ആയിട്ടുള്ള ശ്രീമതി സുലോചന പ്രഭാകരൻ. ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉൾനാടൻ മത്സ്യകൃഷിയും ഉൾനാടൻ മത്സ്യബന്ധനവും അതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികളുമെല്ലാം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാക്കുന്നതിന് സാധിച്ചു. കഴിഞ്ഞ 8 വർഷക്കാലത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൽ ഫിഷറീസ് വകുപ്പിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ ക്ഷേമ വികസന പദ്ധതികൾ, ഞാനതെല്ലാം ഈ വളരെ വൈകിയ അല്ലെങ്കിൽ പരിമിതമായ സമയത്തിനുള്ളിൽ വിശദീകരിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് 4 മണിക്കും 5 മണിക്കും ചെങ്ങന്നൂരിലെ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ പങ്കെടുക്കേണ്ടതുണ്ട് എന്നറിയിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വിശദമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. എങ്കിൽ തന്നെയും നമ്മുടെ കേരളത്തിലാകെ തന്നെ മത്സ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ മത്സ്യത്തിൽ നമുക്ക് ഒരു സ്വയം പര്യാപ്തതയിലെത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രയോജനകരവും ജനകീയവുമായ ഒരു വിഷയമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേവലം 4.5 മാസം കൊണ്ട് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ നിന്ന്, നമ്മുടെ നീർച്ചാലുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒട്ടേറെ മത്സ്യഗണങ്ങളിൽ ഒന്നാണ് വരാൽ എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉൾനാടൻ മത്സ്യമേഖലയിൽ ഒട്ടേറെ നാട്ടുമത്സ്യങ്ങളുണ്ടായിരുന്നു. വരാലും ആരാനും ഉൾപ്പെടെ കേരളത്തിൽ കിട്ടും. കേരളത്തിൽ വളരെ നല്ല മത്സ്യം കിട്ടും. പക്ഷെ കേരളത്തിലേക്ക് വരുന്ന മത്സ്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. കേരളത്തിൽ മത്സ്യ വകുപ്പ് കർശനമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം വിഷരഹിതമായ മത്സ്യമാണ് കേരളത്തിൽ കിട്ടും. പക്ഷെ കേരളത്തിലേക്ക് വരുന്ന മത്സ്യമുണ്ട്. ആ മത്സ്യം വാങ്ങി കഴിക്കുമ്പോൾ അമോണിയ അടക്കമുള്ള, സൾഫേറ്റ് അടക്കമുള്ള പല മാലിന്യങ്ങളും വിഷദ്രാവകങ്ങൾ അതിനകത്ത് ചേർത്ത് വരുമ്പോൾ ക്യാൻസർ അടക്കം വലിയ തോതിലുള്ള മാരക രോഗങ്ങൾക്ക് ഇടവരുത്തുന്ന സാഹചര്യം നാട്ടിലുള്ളത്. അപ്പൊ ആരോഗ്യകരമായ ഒരു കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫിഷറീസ് വകുപ്പ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവാം, മിതമായ വിലയ്ക്ക് കിട്ടും. കാരണം സബ്സിഡിയും കാര്യങ്ങളെല്ലാം കൂടി സർക്കാർ കൊടുക്കുമ്പോൾ ന്യായ വിലയ്ക്ക് കിട്ടും. വലിയ വില മുടക്കാതെ, എന്നാൽ ന്യായ വില കൊടുക്കാൻ വേണ്ടി വരും. കാരണം ഇത് ഒരു ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ജീവിതമാർഗം കൂടിയാണ്, തൊഴിലാണ്. അപ്പോൾ വിഷമില്ലാത്ത ഭക്ഷണം, മത്സ്യം നമുക്ക് കഴിക്കാൻ പറ്റും. അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ തൊഴിൽ കേരളത്തിൽ ലഭ്യമാക്കാൻ പോകുന്ന പദ്ധതിയാണ്. കാരണം ഇതിനകത്ത് പുരുഷന്മാർക്ക് ഉൾപ്പെടെ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാം. എവിടെയെങ്കിലും ജലാശയം ഉണ്ടെങ്കിൽ അവിടെ ഈ എംബാങ്ക്മെന്റ് പ്രോജക്റ്റ് ചെയ്താൽ അവിടുത്തെ സ്ത്രീകൾ 10 പേര് കൂടി നമുക്ക് അവിടെ മീൻവളം നടത്താം. ഇതിന്റെ നല്ലൊരു ശതമാനം പണം സബ്സിഡിയായിട്ട് സർക്കാർ വരികയാണ്. ഇതിന്റെ സീഡ് സബ്സിഡിയാണ്, ഇതിന്റെ ഫീഡ് സബ്സിഡിയാണ്. വലിയ തോതിലുള്ള സഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വ്യാപിപ്പിക്കണം. ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞു, ഈ വൈക്കം നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം, നഗരസഭാ ചെയർപേഴ്സന്റെ യോഗം MLA വിളിക്കണം. ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂടി പങ്കെടുപ്പിക്കണം. ഈ വർഷം വൈക്കം നിയോജക മണ്ഡലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിലും മത്സ്യകൃഷി നടത്താൻ, ഇതുപോലുള്ള ജലസ്രോതസ് ഈ നശിച്ച് ഒന്നിനും കൊള്ളാതെ എല്ലാം തകർന്ന് ഇല്ലായ്മയായി പോയ ഇത്തരത്തിലുള്ള ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ജോയിന്റ് പ്രോജക്റ്റ് ആക്കണം. പഞ്ചായത്ത് കുറച്ച് പൈസ വെക്കുക, ബ്ലോക്ക് പഞ്ചായത്ത് കുറച്ച് പൈസ വെക്കുക, ജില്ലാ പഞ്ചായത്ത് കുറച്ച് പൈസ വെച്ച് നിങ്ങൾ വൃത്തിയാക്കണം. ബാക്കിയുള്ള സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് വകുപ്പ് പൈസ ആണ്. അങ്ങനെ വന്നാൽ വൈക്കത്തിന്റെ മണ്ണിൽ, വൈക്കത്തിനും വലിയ സാധ്യത ഉണ്ടല്ലോ, സമ്പത്തിന്റെ ഉത്പാദന കേന്ദ്രത്തിന് വലിയ സാധ്യത. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്ന സ്ഥലത്ത് ഹോട്ടലില്
പിന്നെ കടലിലെ മീനാണ് മേടിച്ചത്. ഇവിടുത്തെ സമ്പത്തൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ പിടിക്കുന്നതിനെ കൊണ്ടുപോകും. അപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ പരാതി പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ പിടിക്കാൻ പറ്റില്ല, എന്റെ വീട്ടിൽ ഞാൻ നല്ല മീൻകറി കൂട്ടി കൂടുതലാണ്. കുമരകത്തുകാർ ശ്രദ്ധിക്കണം, നാടൻ മീനൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ പിടിക്കുന്ന വരാൽ ഇവിടുത്തെ കടകളിൽ നല്ല കറി വെച്ച് കൊടുത്താൽ ആളുകൾ ഇങ്ങോട്ട് വരും. അതൊരു വരുമാനമാണ്. അപ്പൊ ഇതെല്ലാം വരുമാനമാണ്. അപ്പോ വൈക്കത്ത് നിയോജക മണ്ഡലത്തിന്റെ മിടുക്കിയായ MLA ആണ് ആശ. അതുകൊണ്ട് ആശയവരെല്ലാം വിളിച്ചു കൂട്ടി ഈ വർഷം ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് എംബാങ്ക്മെന്റ് പദ്ധതി എവിടെല്ലാം ജലാശയമുണ്ടോ അവിടെല്ലാം വൃത്തിയാക്കി ഈ വർഷം നടപ്പാക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ഏറ്റവും മികച്ച മണ്ഡലങ്ങളിലൊന്നായി ഫിഷറീസ് ഈ വർഷം മണ്ഡലങ്ങളെ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അത് വൈക്കം മണ്ഡലം തന്നെ തെരഞ്ഞെടുക്കപ്പെടണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. തീർച്ചയായിട്ടും അത് കഴിയും. MLA വളരെ ബുദ്ധിമതിയും മിടുക്കിയുമാണ്. ചെറിയൊരു വകുപ്പുള്ള എന്നെ തന്നെ കോടിക്കണക്കിന് രൂപ ഇതിനോടകം മേടിച്ചിട്ടുണ്ട്. ഇനിയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വേണം. വൈക്കത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. വൈക്കത്തെ ജനങ്ങളെ വിശ്വസിക്കാവുന്നവരാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ്, പുരോഗമനവാദികളാണ്, ശാസ്ത്രബോധമുള്ളവരാണ്. ചരിത്രത്തിന്റെ ഒരു 100 വർഷക്കാലം മുമ്പ് ഈ നാടിനെ മാറ്റിമറിക്കാൻ സഞ്ചരിച്ച തലമുറയിൽപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് വൈക്കംകാർ എന്ത് ചോദിച്ചാലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ നല്ല മനസ്സുള്ളവരാണ് കേരളത്തിലെ ഗവൺമെന്റ് മന്ത്രിമാരെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ആശ ധൈര്യം പറഞ്ഞ ഡിസംബറിൽ ഞങ്ങളെല്ലാം വരും. നമ്മുടെ തിയേറ്റർ ഉദ്ഘാടനം ചെയ്ത് വൈക്കത്തിന്റെ ചരിത്രത്തിൽ പുതിയ മുഖങ്ങൾ സൃഷ്ടിക്കും. വൈക്കം സത്യാഗ്രഹ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ചരിത്ര സമ്മേളനം നമ്മൾ നടത്തി അതിന്റെ ഭാഗമായിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ധാരാളം. അതിന്റെ ഭാഗം മാത്രമല്ല എംബാങ്ക്മെന്റ് പദ്ധതികൾ, ഇനി നൂതന കൃഷി രീതികളൊക്കെ നമുക്ക് വൈക്കത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. നിങ്ങളുടെ മിടുക്കിയായ MLA-യുടെ നേതൃത്വത്തിൽ വൈക്കം കൂടുതൽ എന്താ പറയുക, വികസനത്തിലും ക്ഷേമപ്രവർത്തനത്തിലും സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം എല്ലാ തരത്തിലും ആശംസിച്ചുകൊണ്ട് ഇവിടെ ഈ കൃഷിക്ക് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ സംസ്ഥാനതല എംബാങ്ക്മെന്റ് മത്സ്യകൃഷി വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you.